നമ്മൾ ചെയ്യുന്ന ബയോ സഫയർ FUE അത് നമ്മൾ 10 rupees തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സഫയർ 10 രൂപയ്ക്ക് 3 XOGFC ഫ്രീ ആണ്. നമുക്ക് ഇപ്പോൾ ചെന്നൈയിലും കോയമ്പത്തൂരും 2 ബ്രാഞ്ചിലും സെയിം ഓഫറാണല്ലോ. നമ്മൾ May 31 വരെ ഈ ഒരു ഓഫർ കൊടുക്കാൻ പോവാണ്. ചെറിയ ബേബി ആദ്യത്തെ ഒരു 3-4 ദിവസം കിടന്നുറങ്ങാനൊക്കെ ഒരു പാടാ. അല്ലേ ഇപ്പൊ എല്ലാരും വീഡിയോസിൽ പറയുന്ന കേൾക്കാറുണ്ട്, ഉറുമ്പടിക്കണ ഇത് ചെയ്യുമ്പോ ഉറുമ്പടിക്കണ വേദന ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. അത്യാവശ്യം വേദന ഉണ്ട്. അസ്സലാമലൈക്കും. വർഷങ്ങൾക്ക് ശേഷം മുറി അങ്ങനെ നമ്മൾ ഈ വർഷം ആദ്യമായിട്ടല്ലേ കാണുന്നു? ഈ വർഷം ആദ്യമായിട്ടാ? സത്യം പറയും ഈ വർഷം ആദ്യമായിട്ടാണ്. ഹാപ്പി ന്യൂ ഇയർ. പോവാ ക്ലിനിക്ക് പോവാ. ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ആശുപത്രി പെട്ടെന്ന് കേട്ടോ, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആണ് കണ്ണിൻ്റെ കാര്യം. തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ഫ്രീയാ. ഇവിടെ പൈസ കൊടുക്കണം. പോന്നാ അങ്ങനെ ഷിഹാബും ഞാനും കണ്ടിട്ട് കുറെ കാലമായി. എത്രയായി നമ്മൾ ശരിക്കും കണ്ടിട്ട്? നമ്മളൊരു 3-4 മാസമായിട്ടുണ്ടാവും. 4 മാസമൊക്കെ ആയോ? വന്നിട്ട് ഓൻ ഓരോരോ തിരക്കാ. വിളിക്കും, വരാന്ന് പറയും, തലേന്ന് വിളിച്ചിട്ട് അറിയും എടാ എനിക്ക് എന്തെങ്കിലൊക്കെ അർജന്റ് ബിസി. അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പൊ എത്ര മാസമായി? 1 വർഷവും 9 മാസമായിട്ടില്ല. 9 മാസമായിട്ടുണ്ട്. ഇവന്റെ ഒരു 4 മാസം മുമ്പ് നമ്മൾ കണ്ടാണ്. അപ്പൊ അതിന് ശേഷമുള്ള അവന്റെ റിസൾട്ട് നോക്കാം. അപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നും നല്ലോണം വളർത്തിയോണ്ട് ഇങ്ങനെ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. വെട്ടി സെറ്റാകണം, ഇല്ലെങ്കിൽ ഒരു വെട്ടാനൊരു സുഖമല്ലേ, നീട്ടി വളർത്തുന്നതാണ്. പക്ഷേ നമുക്ക് ഈ മുടി കട്ടിയുണ്ടോ? അറ്റത്ത് വരുമ്പോ കട്ടിയില്ലല്ലോ. അറ്റല്ലേ? പക്ഷെ എന്താ വെച്ചാൽ ഇതില് നമ്മൾ സാധാ മുടിന്റെ പോലെ നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ വെട്ടി സെറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ വെച്ചാൽ സെറ്റാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പരന്ന് വരികയാണ്. ചിലവരത്തൊക്കെ കാണാൻ നല്ല വൃത്തിക്ക് വാർന്ന്. അത് മറ്റേ ഇതാണ് ഈ ചുരുണ്ട മുടി, കേളി ഹെയർ ഒക്കെ അല്ലേ, അതൊക്കെ ആകുമ്പോൾ സെറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്ക് എന്താ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നല്ലത് എനിക്കറിയോ? ഈ നീളം മുടിയല്ല, ചുരുള മുടിയാ. ചുരുള മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരിക്കലും മനസ്സിലാവില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ കാരണം നമ്മൾ എയർലൈൻ ഒന്നാമത് കാണൂല. നമ്മളതൊക്കെ എയർലൈൻ കാണും, മുകൾക്ക് വാർന്നു വെക്കുക. ചുരുളമുടി പറഞ്ഞാൽ ഫ്രണ്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല. നല്ല വൃത്തിയാണ്. കുറെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. നമ്മളീ മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഇല്ല, അങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്നല്ല, അവർ തീരെ മനസ്സിലാവില്ല. കാരണം നമ്മളെ എയർലൈൻ കാണുകയല്ലോ ചുരുള. നമ്മളെക്കാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം കുറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മുടി വെച്ചാണ് പറയും. അപ്പോൾ അവർ പിടിച്ചു വലിക്കും. ഇത് വെച്ചാലല്ലോ പോരില്ലല്ലോ. ഇപ്പോഴും ചിലവരെ കൺസെപ്റ്റ് എത്താണ് ട്രാൻസ്പ്ലാന്റേഷൻ സംഭവം ആൾക്കാർക്ക് അറിയില്ല. പിന്നെ പോരാത്തതിന് പിന്നെ ഞാൻ 2 ദിവസം മുന്നേ അടക്കം പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോൾ ഇത് ഷേവ് ചെയ്ത് ഇത് വടിച്ച് പറഞ്ഞാലും വീണ്ടും അതേപോലെ മുടി വരും എന്ന് പറഞ്ഞാലും അതുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇതൊരു വെട്ടിക്കണോ ചോദിക്കും. അവരെ കൺസെപ്റ്റ് ഇത് വെച്ച മുടി അതേപോലെ ഉണ്ടാവും. പിന്നെ അത് വെട്ടലൊന്നും ഇല്ല എന്നുള്ള കൺസെപ്റ്റാണ്. ശരിക്കും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളർച്ചയും കാര്യങ്ങളുണ്ടല്ലോ. ചിലവർക്കൊന്നും അറിയില്ല. കുറെ പേർക്ക് അറിയില്ല. കുറെ ആൾക്കാർക്ക് മറ്റേ വിഗ് ഇല്ലേ, വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളെ എടുക്കാൻ പറ്റാത്തില്ലേ, അതൊക്കെയാണ് ആൾക്കാർക്ക്. അതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അത് ചെയ്യണോലുണ്ട്. കാരണം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലുള്ള കുറെ ആൾക്കാരുണ്ട്. അതുണ്ട്. പക്ഷെ മുടി ഉള്ള ആൾക്കാർ പോലും വിഗ് വെക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണതാണ്. മുടി ഉള്ളോല് വെറുതെ വിഗ് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിൽ ഡോണർ ഏരിയ ഉള്ളൊരു വിഗ് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മളെ ഈ ഏരിയ മൊത്തം പോവാണ്. അപ്പോൾ തീരെ ചെയ്യാൻ പറ്റാതാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 5-6 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ചൂടുകൊണ്ട് ബാക്കിയുള്ള മുടിയും കൊഴിഞ്ഞു പോകും. അതൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സഫാൻ എടുത്തിട്ടുണ്ടായിരുന്നു XOGFC. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഇതാണ് XOGFC. കണ്ണൊക്കെ അടയ്ക്കണത് കേറട്ടെ. അപ്പോൾ ഇതിലും 20 ml ബ്ലഡ് എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിനെ പറ്റി. ഷിജി ഇതുവരെ ചെയ്തിട്ട് ചിലത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത്. ചെയ്ത് നോക്കുക. അതിൻ്റെ എക്സ്പെക്ട് സംഭവം ഉണ്ടാവായിരിക്കും. ഫസ്റ്റ് തന്നെ ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ GFC ഒഴിവാക്കിയിട്ട് PRP ചെയ്തിട്ട് പെട്ടെന്ന് പോകാനുള്ള പരിപാടിയിലായിരുന്നു. ഇതിന് കുറേ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ പെയിന് കുറച്ച് കുറയും GFCനെക്കാട്ടിലും. കാരണം നമ്മളെ കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്യും. വെറും വെള്ളം മാറിക്കത് കയറുള്ളൂ. പിന്നെ രണ്ടാമത് റിസൾട്ട് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെയ്തിട്ട് അത് ബ്ലഡ് കുറേ എടുത്തതിൻ്റെ ശരിക്കും ബയോട്ടിൻ നല്ലതാണ് അല്ലേ? രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ചാലേ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ ബയോട്ടിന്. നമുക്ക് എപ്പോഴും കഴിക്കാം. ബയോട്ടിൻ എപ്പോഴും കഴിക്കാം. പിന്നെ ഇപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറയാനുള്ളത് എന്താണ്? മിനോക്സിഡിൽ, ഫിനസ്ട്രൈഡ്, പിന്നെ അതൊക്കെ തന്നെ. ഫസ്റ്റ് നമ്മൾ കഴിച്ചു എടുക്കുമ്പോൾ കിട്ടും ഓരോരോ മാസങ്ങൾ. നമുക്ക് എപ്പോഴും കഴിക്കാം. പക്ഷെ നമ്മൾ നിർത്തിയതാണ്. എൻ്റെ റിസൾട്ട് കഴിഞ്ഞ മാസമൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇത് കണ്ടിട്ട് 3-4 മാസമായി.
ഇപ്പോൾ ഇതാണ് ഷിയാബിൻ്റെ അവസ്ഥ കേട്ടോ. ഫ്രണ്ട് ഹെയർ ലൈൻ ഇതാ അവിടെ. എൻ്റെ ഒറിജിനൽ മുടിൻ്റെ ഒരു മുടി ഇവിടെ കാണണ്ടല്ലോ അല്ലേ, കുറച്ച് താഴായിട്ട്. ഇവിടെ അല്ലേ? ആ അതിൻ്റെ കുറച്ച് മേലക്കാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലേ നമ്മൾ. അത് വെച്ചല്ല കേട്ടോ. ഇവിടെ കുറച്ച് ബേബി ഹെയർ ഒക്കെ ഉണ്ട് ചെറുത്. ഇതുണ്ടോ ഇവിടെയെങ്കിൽ ആ മുന്നേ ഉണ്ടായിരുന്നു. കണ്ടോ ചെറിയ ചെറിയ ബേബി ഹെയർ ഇവിടെ ഇങ്ങനെ ആദ്യം ഉള്ളതാ ഉണ്ടായിരുന്നു തന്നെയാണ്. അപ്പോൾ ഇതാണ് ഹെയർ ലൈൻ. ഹെയർ ലൈനൊക്കെ അതേപോലെ ഉണ്ട്, നല്ല തിക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ ഹെയർ ലൈനൊന്നും കുഴപ്പമില്ല. അതേമാതിരി പക്ഷെ നല്ല നീട്ടി വളർത്തിയോണ്ട് ഇതാണ് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന മാതിരി ആ എണീക്കുമ്പോഴുള്ള എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മുകളിൽ ഉള്ള അവനും ഇവിടെ ഒന്നും വല്ലാതെ പോയിട്ടില്ല കേട്ടോ, അങ്ങനെ ഇവിടെ അത്ര വിസിബിൾ അല്ല. അതാണ് ഇവിടെ സൈഡ് പോർഷന്. മുടി നിറച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ എന്നാലും എടുത്തതായിട്ടുള്ള ഡോട്ടുകളൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ നമുക്കിപ്പം ഇപ്പം മുടി എടുത്തത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ക്രോപ്പ് ഇല്ല മുടി ഇവിടെ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പാട് ഇങ്ങനെ വന്ന പോലെ കാണാൻ പറ്റും. പറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് ഒരു ഫംഗസ് അങ്ങനെ എന്താ. പക്ഷെ എൻ്റെ താടിയിലുണ്ടതേ, എൻ്റെ താടി നോക്കിക്കാ, താടീൻ്റെ ഇവിടെ നോക്കിയാൽ ഇവിടെ കിട്ടുന്നുണ്ട് ചെറിയ ഡോട്ടോട്ട്. ഞാനത് പോകുമെന്ന് വിചാരിച്ചു, നീ പോകണ്ടല്ലോ എന്നാലും അത്ര ഇപ്പം ഒരു ഇത്ര നോക്കിക്കഴിഞ്ഞാൽ കാണില്ലല്ലോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. പക്ഷെ അത്ര എടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ താടീൻ്റെ കുത്ത് കാണില്ല, അല്ലെങ്കിൽ കാണില്ല. ഞാൻ ആദ്യം കരുതിയത് അത് പോകുന്നതിന്, പക്ഷെ അത് അത്രേ പോകുള്ളായിരുന്നു. ഇനി ഏതായാലും പോവല്ലോ, അതുകൊണ്ടായിരിക്കും. എൻ്റെ താടിയെല്ലാം വൃത്തിയായി. താടിന്ന് എടുത്തിട്ടില്ല കേട്ടോ, മാത്രം എടുത്തു. അപ്പോൾ ഏതായാലും ഇത്രയാണ് ഷിയാബിൻ്റെ റിസൾട്ട് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഒരു വർഷത്തിൽ 9 മാസം റിസൾട്ടാണ്. മുടിയെല്ലാം സെറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹാപ്പി അല്ലടാ ഇത് ചെയ്തത് തന്നെ ഹാപ്പിയാണ്. കാരണം അവിടെ ആദ്യം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ പിള്ളേർ മുടിയൊക്കെ വളർത്തിയിട്ട് പിന്നെ നല്ല രീതിക്ക് മുടിയെല്ലാം വെട്ടിയിട്ട് പോകുമ്പോൾ എന്ത് രസം നമ്മൾ കഷൻ്റെ ആ സമയത്ത് നമ്മുടെ നല്ലൊരു പ്രായം നമ്മൾ കഷൻ്റെ ആൾക്കാരെ നിൽക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് അവരെ പോലെ ഏകദേശം വെട്ടാൻ പറ്റുന്നുണ്ട്. ഒപ്പിച്ചാൻ പറ്റുന്നുണ്ട്. അതാണ് മറ്റേതെന്താ നമ്മളൊരു ഇപ്പൊ ഇവിടെ ഉള്ള മുടി ഇങ്ങോട്ട് ചീവിട്ടാ വെക്കാറുള്ളത്. ഇപ്പോ അതൊരു കാറ്റടിച്ച് ഇങ്ങനെ കയറും. ഇവിടെ 2-3 മുടി മാത്രം. സത്യം മെയിന് പോകാൻ പറ്റാത്ത സ്ഥലം എവിടെയും കയറും. ബീച്ചിൽ പോയാൽ പെട്ടി കാറ്റടിച്ചാൽ മുടി 4 അതൊക്കെ പറയാം. നമ്മള് ബസ് ട്രെയിനിൽ ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ ഞാനൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തു. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരിക. അന്ന് എനിക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ല, ഒരു 24 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ തന്നെ മുടി ഇവിടെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വാതിലിൻ്റെ സൈഡ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ടാ, എന്താ മോനെ മുടിയൊക്കെ പോയല്ലോ അന്ന് മുതൽ. ഇല്ല പുള്ളി പറഞ്ഞു എന്താ മോനെ മുടിയൊക്കെ പോയില്ലോ, ഇപ്പം ഈ ചെറുപ്രായത്തിൽ തന്നെ മുടിയൊക്കെ പോയില്ലേ. പുള്ളി നല്ല ഞാൻ ഒരു വട്ടം പറഞ്ഞേ വിട്ട്, പുള്ളി ഞാൻ ഇറങ്ങണ വരെ പുള്ളി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അങ്ങനെ സത്യം പറയാലോ, നമ്മളെ നോട്ടീസ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ മുടി പോയത്. ഒരാൾ നമ്മോട് പറയും മുടി പോയി, പക്ഷെ മുടി കൊയിച്ചിലുണ്ടല്ലോ അല്ലെങ്കിൽ മുട്ടയെ തുടങ്ങിയെന്ന് പറയില്ല. അപ്പോഴാണ് നമ്മൾ തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് മറ്റേ ഡെർമാറോളറും മറ്റേ നിയോ ഹെയർ ഓയിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാഴ്ചെണ്ണകളൊക്കെ വാങ്ങി. പിന്നെ ലാസ്റ്റത്തെ ഇതായിരുന്നു മറ്റേ ഇത് എന്താ മിനോക്സിഡിൽ. പക്ഷേ റിസൾട്ട് അല്ലേ സംഭവം ചെയ്തപ്പോൾ? അവിടെ അത് ചെയ്തപ്പം ഭയങ്കര എന്താ പറയുക ഒരു തലവേദന ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തിന് അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ 2 മാസം കൊണ്ട്, കാരണം നമുക്ക് സാധിക്കൂല. അത് ആ ബോട്ടിൽ നല്ല എമൗണ്ട് ആണ് അത്. അത് വാങ്ങി ജസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം മുടി സീനായി. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നേരെ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നില്ല കേട്ടോ, ഞാൻ നേരെ ഫോൺ വഴിയാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്. അങ്ങനെ പിന്നെ അത് ചെയ്യുന്ന സമയത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ മുന്നേ കൊച്ചിയിൽ പല ട്രാൻസ്പ്ലാന്റിങ് സെൻറ്റേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്, നല്ല റേറ്റ് പറഞ്ഞു. കാരണം യൂട്യൂബ് നോക്കിയിട്ട് കാര്യമില്ല, അധികം സെലിബ്രിറ്റീസിന് ചെയ്യുന്നത് വേറെയും സാധാരണ ചെയ്യുന്നത് വേറെ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ട് ഇന്ന ടീമിനും ആണെങ്കിൽ ഇത്ര പൈസ, സാധാരണക്കാർക്ക് ഇത്ര പൈസ. നമ്മൾ പറയുമ്പോൾ എന്താണ് 20 രൂപ 30 രൂപ പെർ ഗ്രാഫ്റ്റ് പറയും. നല്ല ടീമിൽ ചെയ്യുമ്പോൾ റേറ്റ് പിന്നെയും കൂടുന്നുണ്ട്. ഇപ്പം എന്തായാലും വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ എന്തായാലും റിസൾട്ട് നോക്കിയിട്ട് ചെയ്യാം. ശരിക്കും വേണ്ട, ക്ലിനിക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും അവർ ചെയ്ത കുറച്ച് ആൾക്കാർ നേരിട്ട് കണ്ടാലും മതി. നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ആൾക്കാരെ കാണാൻ പറ്റും. ചെയ്യാൻ വന്ന ആൾക്കാർ, GFC ചെയ്യാൻ വന്ന ആൾക്കാരും ചെയ്ത് കഴിഞ്ഞാൽ GFC അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും, ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് ഉണ്ടല്ലോ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും.
അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ HNS ആണെങ്കിലും ശരി, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മാത്രം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ലാസ്റ്റ് നമുക്ക് അത് വെള്ളം വയ്യ. അപ്പോൾ അയാൾ പറഞ്ഞ പോലെ എന്നെ കണ്ടിട്ട് വന്നത് കാരണം അപ്പോൾ നമുക്കൊരു കാള വളർത്താനേ. നമുക്ക് കേൾക്കാൻ സന്തോഷം, നമ്മളെ കണ്ടിട്ട് വന്നെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല സന്തോഷം. പക്ഷെ ചെയ്തിട്ട് വല്ല ഫാൾട്ട് പറ്റി കഴിഞ്ഞാണ്ടല്ലോ ലാസ്റ്റ് അവന്മാർ പറഞ്ഞിട്ട് അവിടെ വന്നെന്ന് പറഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അല്ല നമുക്കിപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇത്ര മാസമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ വിശ്വസിച്ച് വരുമ്പോൾ നമ്മളൊന്ന് ഇതാക്കണമല്ലോ. അങ്ങനെ നോക്കി ഇതുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തലയാണ് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ കുറേ ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സിൽ പോയിട്ട് ഡോണർ ഏരിയ അത്യാവശ്യം നല്ല മുടി എടുത്ത് വെച്ചിട്ട് അടക്കം മുടി വരാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വേറെ ഒന്നല്ലേ, ഗ്രാഫ്റ്റ് ആണ്, അത് പോയാൽ പോയി. സാധനമാണത്. അപ്പോൾ നിങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നുള്ളതും അവിടെ ചെയ്ത സർജൻസ് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് വന്നാൽ മതി. അതാണ് നിങ്ങൾക്കും ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ ചെറിയ റേറ്റിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ HNS ചെയ്യുന്നത് പെർ ഗ്രാഫ്റ്റ് 10 രൂപയാണ്. ഞാൻ ചില റേറ്റ് നോക്കിയിട്ടാണ് വന്നത്, പക്ഷേ റിസൾട്ട് നല്ല ഹൈ ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ക്യാഷ് കുറവാണെന്ന് മാത്രം നോക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല. റിസൾട്ട് മെയിനായിട്ട് നോക്കണം. റിസൾട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം വന്ന് ചെയ്താൽ മതി. ഇവിടെ വന്നപ്പോൾ ഒരാളെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരാളെ. നിങ്ങളുടെ പേര് പ്രവീൺ. സ്ഥലം ട്രിവാൻഡ്രം. അല്ലേ? ഇപ്പോൾ എത്ര ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ? ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. 1 മാസം കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, നല്ല റിസൾട്ട്. അത്യാവശ്യം ഷെഡിങ് ഷെഡിങ് ടൈം ഉണ്ട്. ഷെഡിങ് എത്ര ഗ്രാഫ്റ്റ് ചെയ്ത്? ഞാൻ 3200 ആണെന്ന് എത്ര ചെയ്തിന്? 3500. 500 അല്ലേ? എനിക്ക് 3500 ആണെന്ന് തോന്നുന്നു. 3500 ആയിരിക്കും. 3200 ആയിരിക്കും. 200 അങ്ങനെ റൗണ്ട് ആക്കലുള്ളൂ. 3000 കഴിഞ്ഞാൽ പിന്നെ 3500 ആണ്. അത് ശരിക്കും നമ്മൾ പറയുന്ന പോലെ നമുക്ക് ബാക്കിൽ നിന്ന് കുറച്ചുകൂടി ഗ്രാഫ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. പുള്ളിക്ക് ഡോണറിലേക്ക് ഫില്ലായിട്ടോ, ഫില്ലായി. ഇതൊന്ന് കാണിച്ചെടുത്തേ. ഫ്രണ്ട് ഇങ്ങനെയാണല്ലോ, 1 മാസത്തെ ഇതാണ് അല്ലേ? അങ്ങനെ ടച്ച് ചെയ്താൽ അറിയും നിങ്ങൾ? ഈ ഫ്രണ്ട് ഏരിയ മാത്രം ഒരു ഫീലിംഗ് ഇല്ല. അത് അറിയും ടച്ച് ചെയ്താൽ. ഈ ഭാഗം ഉണ്ടല്ലോ, ഒരു 3-4 മാസത്തേക്ക് നിങ്ങൾക്ക് ഇത് വേറെ ആയിട്ടാ തോന്നുന്നു. അത് ഒരു ഫീലിംഗ് ഇല്ല. കണ്ടാൽ കുഴപ്പമില്ല, ചെറിയൊരു കളർ ചേഞ്ചിങ് ചെറുതായിട്ടുണ്ടല്ലേ? ലൈന് വരെ പോയില്ലല്ലോ നമ്മളറിയാം. ഇല്ല, ഞാൻ അത് വാഷ് ചെയ്തിട്ട് പോകുന്നില്ല. കുറച്ച് പോകും. ഡോണർ ഏരിയ ബാക്കൊക്കെ ഏകദേശം ഫില്ലായി. സെൻറ്റർ ഭാഗം കുറച്ചും കൂടി ഒന്ന് റെഡി ആവുന്നുണ്ട്. ഇവിടെ അങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ടില്ലേ നിങ്ങളെ? ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തന്നെ റൗണ്ട് ചെയ്ത് ഈ സൈഡൊക്കെ ഫില്ലായി വൃത്തിയായി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടാൽ അറിയില്ല. ഇവിടെ ഫ്രണ്ടിൽ സെൻറ്ററിൽ തടിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, തടിഞ്ഞെടുത്തിട്ടില്ലല്ലോ അല്ലേ? 1 മന്ത് റിസൾട്ട്. അപ്പോൾ നിങ്ങൾ GFC PRP ഇപ്പോൾ ഞാൻ GFC ചെയ്തു കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, പെയിൻ ഒന്നുമില്ല, കുഴപ്പമില്ല. സാധാ GFC ഒരു പുതിയ GFC ഒന്നുമല്ലോ എക്സോസ് പറയുന്നത്? ഇല്ല, അതെനിക്ക് അറിയത്തില്ല. ഞാൻ വേറൊരു ഞാൻ ഇത് എടുത്തതിന് ശേഷമാണ് കണ്ടത്. പക്ഷേ ഡോക്ടർ ഇത് കഴിഞ്ഞ മാസത്തിനൂടെ വന്നു തോന്നുന്നു. എക്സോസ് GFC എന്നുണ്ടെന്ന് കുറച്ചുകൂടി ഇതാന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു, ഇതുപോലെ ഈ പ്രാവശ്യം ആദ്യം എടുത്തു. അങ്ങനെയുണ്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്താ അവസ്ഥ? കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒന്നും പറയാറായില്ല. 1 മാസത്തില്ല. ഹോസ്പിറ്റാലിറ്റി എങ്ങനെയുണ്ട്? എല്ലാം സെറ്റാ, നല്ല ഇതാ, എല്ലാം സെറ്റാ. പെയിൻ എങ്ങനെയുണ്ട്? പെയിൻ ആദ്യത്തെ ഒരു 3-4 ദിവസം കിടന്നുറങ്ങാനൊക്കെ ഒരു പാടാ. അല്ലേ? ഇപ്പൊ എല്ലാരും വീഡിയോസിൽ പറയുന്ന കേൾക്കാറുണ്ട്, ഉറുമ്പടിക്കണ ഇത് ചെയ്യുമ്പോ ഉറുമ്പടിക്കണ വേദന ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. അത്യാവശ്യം വേദന ഉണ്ട്. ഉറുമ്പം തന്നെ അതൊന്നുമില്ല, അതൊക്കെ ചുമ്മയാ. എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് അത് ചെയ്തതിന് ശേഷം ഒരു തലകറക്കം കണക്കൊക്കെ വന്നായിരുന്നു. എനിക്ക് BP ലോ ആയിരുന്നു. ഇല്ല, ബ്ലഡ് ടെസ്റ്റ് വേരിയേഷൻ ഒന്നുമില്ല. പേടിച്ചിട്ട് അത് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് തന്നെ ഈ ഇവിടെ നല്ല പിടിയും. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും എടുത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കിടക്കുന്നതാണ്. ഇത് 2 പ്രാവശ്യം ചെയ്തത്. ഇപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അനസ്തേഷ്യ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കയറുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെ പോരാത്തതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യാണല്ലോ. ആ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് അനസ്തേഷ്യ ഇറക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിലോട്ട് ചെറിഞ്ഞ് തട്ടും എന്നുള്ളൊരു പേടി നല്ല പോലെ ഉണ്ടാവും. പിന്നെ ഈ ഭാഗത്ത് കുത്തുമ്പോൾ നല്ല പെയിനാണ്, ഫ്രണ്ട് ഏരിയ.
അപ്പോൾ ഉറുമ്പ് അടിക്കുന്ന വേദന ഒന്നുമില്ല, അത്യാവശ്യം ചെറിയ വേദന ഉണ്ടാവും, അത് കഴിഞ്ഞാലാണ് മാറുന്നത്. സഹിക്കാവുന്നല്ലേ ഉള്ളൂ, സഹിക്കാം. അതെ. പിന്നെ അതേപോലെ അങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? ലാംഗ്വേജ് എങ്ങനെ ചെയ്യാം? ലാംഗ്വേജ് എനിക്ക് തമിഴ് അറിയാം, തമിഴ് അറിവുണ്ട്, ഇത് കുഴപ്പമില്ല. മൊത്തം മലയാളികളുണ്ട്. മലയാളം കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാത്ത സാറ്റിസ്ഫൈഡാണ് ഇതുവരെ ഉള്ളത് അല്ലേ? റിസൾട്ട് വരട്ടെ. എന്തായാലും ഒരു 3 മാസം 4 മാസം എടുക്കും, ഇതൊക്കെ കഴിഞ്ഞ് വരും. 4 മാസം 4-5 മാസം ആകുമ്പോൾ തന്നെ ഫുള്ള് കവറാകും. ഓക്കെ, താങ്ക് യു. ഇന്ന് HNS-ൽ വന്ന് GFC എടുത്തപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയല്ലേ? അത് മേഡം തന്നെ വേണ്ട പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ മെത്തേഡല്ല, കുറേ പേര് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് കുറേ റേറ്റുകൾ കൂടിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത്. അത് സഫയർ FUE എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബയോ സഫയർ FUE, അത് നമ്മൾ 10 rupees തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സഫയർ 10 രൂപയ്ക്ക്. 10 രൂപയ്ക്ക് നമ്മൾ നീഡിൽ മെത്തേഡ് തന്നെ 10 രൂപയ്ക്ക് എവിടെയും കിട്ടാനില്ല നമുക്ക്. അതിലിപ്പോൾ നമ്മൾ സഫയർ 10 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡെൻസിറ്റി ഒന്നുകൂടി നമുക്ക് ബെറ്റർ, നീഡിലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡെൻസിറ്റി വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മുറി ഉണങ്ങി വരുന്ന എല്ലാം പെട്ടെന്നായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്, നീഡിലിനേക്കാളും കുറച്ചും കൂടി സഫയർ ബ്ലേഡ് ബെറ്ററാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലൈനൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമോ? നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പോകാൻ നല്ലതായിരിക്കും, അറിയാനും പറ്റില്ല. ഇപ്പോൾ കുറേ പേര് ഇപ്പം നീഡിൽ തന്നെ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല ഹെയർലൈൻ ഒക്കെ ആണെന്ന്. പക്ഷേ ഇതിലാകുമ്പോൾ അത് കുറച്ചും കൂടി ഓൾറെഡി നമ്മൾ നീഡിൽ മെത്തേഡ് തന്നെ HNS-ന് നല്ല അഭിപ്രായമാണ്. കാരണം സിക്സാഗ് ലൈനിൽ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവാത്ത നാച്ചുറൽ ലുക്ക് തോന്നുന്നുണ്ട്. അപ്പം സഫയർ ആകുമ്പോൾ കുറച്ചുകൂടിയും ബെറ്റർ ആവും. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് സഫയർ മെത്തേഡ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടാണ്ട്? അത് സഫയർ എന്ന് പറഞ്ഞത് നമുക്ക് ഡയമണ്ട് അടുത്ത സ്റ്റേജിലുള്ള ഒരു ജെം സ്റ്റോണിൻ്റെ പേരാണ്. അതിലുണ്ടാക്കുന്ന ഒരു ബ്ലേഡാണ് സഫയർ ബ്ലേഡ് എന്ന് പറഞ്ഞത്. അതിലാകുമ്പം ഏതൊരു ക്രിസ്റ്റൽ പോലെ ഇങ്ങനെയായിരിക്കും, ലെവലായിരിക്കും. അതെ, ഇങ്ങനെ ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാണുമ്പോൾ ഉള്ള ലുക്ക് ക്രിസ്റ്റലാണ്. പക്ഷേ ഇതിൻ്റെ ഇതാണ് നമുക്ക് ഡയമണ്ട് അടുത്ത സ്റ്റേജിലുള്ള നീഡിലിൻ്റെ ഇതാണ് സഫയർ. അതിൻ്റെ ജെം സ്റ്റോൺ വെച്ച് ഉണ്ടാക്കുന്നതാണ്. കാണുമ്പം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ആയിട്ടാക്കുന്നത്. അതെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഹോൾഡറാണ് ഇത്. അപ്പോൾ ഇതിനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ബ്ലൂ കളറിലാണ് വരുന്നത്. ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ ഫിക്സ് ആകും. ഫിക്സ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ പുറത്തെടുക്കുന്നതാണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ലിറ്റ് ഇടാൻ പോകുന്നത്. ഇത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പം സ്ലിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സ്ലിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് വെക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ വെച്ചാൽ നമ്മൾക്ക് കൈ കൊണ്ട് നീഡിലെടുത്ത് വെക്കാൻ അങ്ങനെ വരയ്ക്കാൻ ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. ഇത് അതിൽ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഒറിജിനൽ സഫയർ അല്ല. അത് നമുക്ക് കുറേ പേര് ഇന്ത്യയിൽ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടല്ലോ, SS-ൽ സഫയർ പോലത്തെ നീഡിലൊക്കെ ഇതുപോലത്തെ ഷേപ്പിൽ തന്നെ SS-ൽ ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യൻ സഫയർ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ നമുക്ക് ഇത് നമ്മൾ ടർക്കിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ടർക്കി ടെക്നോളജിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരിക. ഇത് നമ്മൾ ഏതാ മെറ്റീരിയൽ? സഫയർ അല്ലാത്ത ബാക്കി പാർട്ടൊക്കെ ഇത് ടൈറ്റാനിയം ഹോൾഡറാണ്. ഇത് ടർക്കിയിലാണ് ഇതിന്റെ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് ടർക്കിയിൽ. അപ്പോൾ ആ ഒരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതെ, അപ്പുറത്ത് കറക്റ്റ് കാണാൻ കഴിയുന്നില്ല നമുക്ക്. ആ ഫോട്ടോയിൽ നമ്മൾ കണ്ടതൊക്കെ പറഞ്ഞാൽ അപ്പുറത്ത് കാണില്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ട് ചെയ്ത സാധനങ്ങളാണ് വരുന്നത്. ഇന്ത്യൻ സഫയർ എന്ന് പറഞ്ഞാൽ തന്നെ SS-ൽ ഉണ്ടാക്കുന്ന സ്റ്റീലിന്റെ ഇത് ഷേപ്പ് ഇതുപോലെ ആയിരിക്കും, എഡ്ജിന്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും. പക്ഷെ അത് ഒറിജിനൽ അല്ല, ഇതാണ് ഒറിജിനൽ ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഈ 10 rupees എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റുമോ? നമ്മൾ May 31st വരെ ഈ ഒരു ഓഫർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ നമ്മൾ May 31st വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് സഫയറിലാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ ഒരു ഗ്രാഫ്റ്റിന് 10 rupees. അതിൻ്റെ കൂടെ 3 ExoGFC ഫ്രീ ആണ്. നമുക്ക് ഇപ്പോൾ ചെന്നൈയിലും കോയമ്പത്തൂരും 2 ബ്രാഞ്ചിലും സെയിം ഓഫറാണ്, ലോഞ്ചിങ് ഓഫറായിട്ട് സെയിം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ വരാൻ പറ്റില്ല, ദൂരമാണെന്നുള്ളത് ചെന്നൈയിൽ ചെയ്താലും ഈ സെയിം ഓഫർ തന്നെയാണ്. പുതിയ ഓഫർ ഏകദേശം 2 മാസത്തിൻ്റെ അടുത്തല്ലേ? ഈ മാസം അടുത്ത മാസം കൂടെ ഉണ്ട്, അടുത്ത മാസം അവസാനം വരെ ഉണ്ട്. നമുക്കിപ്പോൾ ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും, കിട്ടും. അപ്പോൾ സഫയർ മെത്തേഡ് ചൂസ് ചെയ്യാം, കാരണം സെപ്പറേറ്റ് റേറ്റ് ഇല്ല. നീഡിൽ മെത്തേഡ് ഇപ്പോൾ യൂസ് നമ്മൾ ചെയ്യാറില്ല, നമുക്ക് എല്ലാവർക്കും സഫയർ ആണ് ഫുള്ളായിട്ട് ചെയ്യുന്നത്. എല്ലാവരും
സഫയറിന്റെ ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിലും കാര്യം അടിച്ചൊക്കെ കറക്റ്റ് മനസ്സിലാവും. കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന മെത്തേഡ് എല്ലാവരും സഫയറാണ്. ഇത് കുറച്ച് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ടെക്നോളജി അല്ല, ഇത് ടർക്കിയിലുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ കുറേ പേര് നമുക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും കുറേ പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. അത് അത്ര കോസ്റ്റ് എവിടെയും കേട്ടിട്ടില്ല. നീഡിൽ മെത്തേഡ് നമ്മൾ ഈ റേറ്റിന് എവിടെയും കിട്ടില്ല. ഞാൻ തന്നെ കൊച്ചിയിലൊക്കെ അന്വേഷിച്ചു. നീഡിൽ മെത്തേഡ് തന്നെ അന്ന് ഒരു പെർ ഗ്രാഫ്റ്റിന് 22 17 ആ റേറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് വീഡിയോ കണ്ടിട്ട്. പക്ഷെ ഇത് ഭയങ്കര ലാഭമാണ്. ഇതും കൂടി നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മളാണ് ആദ്യം ഫസ്റ്റ് നമുക്ക് സഫയറിൽ 10 rupees ചെയ്യുന്നത് നമ്മളാണ്. അതല്ല, നമുക്കിപ്പോൾ എങ്ങനെ ഈ റേറ്റ് കൊടുക്കാൻ, അത്രയും റേറ്റുള്ള ഒരു സാധനം നമുക്ക് ഇത്ര റേറ്റ് എങ്ങനെ കുറച്ച് കൊടുക്കാൻ കഴിയാ? ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നീഡിലിന് ബാക്കിയുള്ളവർ വിചാരിക്കുന്ന പോലെ 15,000 20,000 അത്ര റേറ്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ പൈസ കൂട്ടിയിട്ട് അത്രയും നമുക്ക് എക്സ്ട്രാ ലാഭമായിട്ടാണ് കുറേ സ്ഥലത്തൊക്കെ എടുക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമല്ലാതെ ഞാൻ പറഞ്ഞില്ല ടർക്കി ടെക്നോളജി ആണെന്ന്. ഇപ്പോൾ അവിടുത്തെ ഒരു ക്ലിനിക്കായിട്ട് നമ്മൾ അവിടുത്തെ ഒരു ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലായിട്ട് നമ്മളൊരു ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പേഷ്യൻസിനും ആ ഒരു പ്രൈസിനെ കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും മെയ് 31 ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ലാഭമാണ്, ഭയങ്കര ഭാഗ്യമാണ്. സഫയർ മെത്തേഡൊക്കെ 10 rupees കിട്ടുന്ന പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ സഫയറിന്റെ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ എത്ര സമയം വരെ ഉപയോഗിക്കാൻ പറ്റും, എത്ര പേഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റും? ഒരു പേഷ്യന്റ് ഒരെണ്ണമാണ്. അങ്ങനെ സ്റ്റെറിലൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു പേഷ്യന്റ് ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാനല്ലേ. അപ്പോൾ അതാണ് ബൾക്കായിട്ട് സാധനം ഇവിടെ ഇറക്കി വെച്ചത് അല്ലേ? ഇപ്പൊ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇത്ര എടുത്തുവെച്ചിരുന്നേ ഉള്ളൂ. നമ്മളിപ്പോ കാണിക്കാൻ വേണ്ടി ഇറക്കി വെച്ചാണ്ട് ഇവിടെ എന്തൊക്കെ അറേഞ്ച് ചെയ്യാൻ സംഭവം നല്ലോണം കെയർ ചെയ്യണം, അല്ലെങ്കിൽ പേടിയാണ്. ഒന്ന് വീട് കഴിഞ്ഞാൽ അതിന് ക്രിസ്റ്റൽ പൊട്ടിപ്പോയി. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പൊ കുറച്ച് ആൾക്കാർ UAE-ലാണ്, അടുത്ത് വരാൻ പറ്റില്ല, ലീവ് കിട്ടില്ല, കുറച്ച് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ളവർക്ക് ടർക്കിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലും ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് കോസ്റ്റ് അവിടുത്തെ കോസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിരിക്കും. ഒരു 6-7 lakhs വരെയൊക്കെ വരും. അവിടെ ട്രാവലിംഗ് ചാർജും പിന്നെ അതെല്ലാം കൂടി 6 to 7 lakhs വരെയൊക്കെ വരും. അത്ര എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എനിക്ക് കോസ്റ്റ് ആയാലും പ്രശ്നമില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ആ ടൈപ്പിലുള്ള ഹോസ്പിറ്റലിലോട്ട് അവിടെ പോയിട്ട് ചെയ്താലും കുഴപ്പമില്ല. അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ നമ്പറും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചിടാം. ഇപ്പോൾ കുറച്ച് പേര് ടർക്കിൻ്റെ ചുറ്റിലുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ UAE-ലോ അവർക്കൊക്കെ കുറച്ച് എളുപ്പമാണ് ട്രാവൽ ചെയ്യാൻ. 2-3 മണിക്കൂർ എടുക്കുള്ളൂ. അങ്ങനെ പോയിട്ട് വന്നാൽ മതി. എനിക്ക് ഒരു 6-7 lakhs സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അവിടെ നമ്മളിതുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ വരുവാണെങ്കിൽ അത്ര ലക്ഷമൊന്നും ചിലവാവില്ല. അതിലേറ്റവും ലക്ഷങ്ങൾക്ക് പോലും ഇല്ല, അത് തൗസൻഡ്സിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആവും. GFCയിൽ 2, അതായത് PRP, ബയോട്ടിൻ PRP, GFC, എക്സോസ് GFC. ഇപ്പം നമ്മൾ നോർമൽ PRP ആരാണ് നമ്മൾ ചെയ്യുന്നതിന് എല്ലാവർക്കും ബയോട്ടിൻ PRP ഉള്ളൂ. ഇപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് GFC ആണ്. അപ്പം അതിലൊന്നും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് എക്സോസോം GFC എന്ന് പറഞ്ഞത്. എക്സോസ് GFC എന്ന് പറഞ്ഞത്. അതിലാകുമ്പോൾ നമ്മൾ എടുക്കുന്ന പോലത്തെ ബ്ലഡ് ഇപ്പോൾ GFC പോലെ തന്നെ 20 ml ബ്ലഡാണ് എടുക്കുന്നത്. പക്ഷേ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് നമ്മൾ ത്രൈസ് ചെയ്തിട്ട് പിന്നെ ഒരു ഫിൽറ്ററും കൂടി നാനോ ഫിൽറ്റർ ആയിട്ടുണ്ട്. അതിലും കൂടി ഫിൽറ്റർ ചെയ്തിട്ടാണ് പിന്നെ പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ എക്സോസോം എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു ഏറ്റവും ചെറിയ നാനോ വെസിക്കിൾസിലാണ്. ആ സെൽ മെംബ്രെയിൻ പിന്നെ സ്റ്റെം സെൽസ് എന്ന് പറയത്തില്ലേ, അതിനൊക്കെ കുറച്ചും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ GFC-നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണിത്. അപ്പോൾ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതും ഹെയർ ഗ്രോത്തിനൊക്കെ കുറച്ചും കൂടി ഇത് എന്താ പറയുക ഒരു സപ്പോർട്ടീവ്, GFC-നേക്കാളും കൂടുതൽ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന പോലെ എക്സോസോം GFC-ക്ക്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ PRP ആണെങ്കിൽ നമുക്ക് ഒരു 1/2 hour, ഇപ്പോൾ ബ്ലഡ് കൊടുത്തതിന് ശേഷം ഒരു 1/2 hour നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ GFC-ക്ക് ആണെങ്കിൽ 1 hour. ഇപ്പോൾ എക്സോസത്തിനാണെങ്കിൽ സെൻട്രിഫിക്കേഷൻ്റെ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഒരു 1.5 hour നമുക്ക് മാക്സിമം സമയം എടുക്കും. 1.5 hour വരെ ബ്ലഡ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് PRP-ക്ക് നമ്മൾ 500, GFC-ക്ക് 2000, എക്സോസ്ക്ക് 2500. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തവർക്ക് PRP-യിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. PRP-ക്ക് 1000, എക്സോസ് GFC-ക്ക് നോർമൽ GFC-ക്ക് 2000, എക്സോസ് GFC-ക്ക് 2500. അതേ ഉള്ളൂ. ശരിക്കും കോയമ്പത്തൂരിൽ കുറേ ക്ലിനിക്കുകൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഈ ക്ലിനിക്കിന്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ കോയമ്പത്തൂർ മെയിൻ ജംഗ്ഷനാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ളത്. കുറച്ച് പേർക്ക് നമുക്ക് പോത്തന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ് അടുത്ത് ട്രെയിനിന് ഇങ്ങനെ സ്റ്റോപ്പ് പോകുന്നത്. പക്ഷേ കോയമ്പത്തൂർ മെയിൻ ജംഗ്ഷനിലോട്ടുള്ള ട്രെയിൻ എടുക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലോട്ട് ലൊക്കേഷനോട്ട് വരാനുള്ള ബസ് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ബസ്സിലാണ് വരുന്നതെങ്കിൽ പാലക്കാട് വഴി ഇങ്ങനെ ബസ്സിലാണ് വരുന്നതാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുണ്ട് ഹോസ്പിറ്റലിലെ ലൊക്കേഷനോട്ട്. 90A ഇല്ലെങ്കിൽ 20A 39C അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൽ കയറിയിട്ട് തൊട്ടിപ്പാളയം പിരിവ് എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്.
എയർപോർട്ടിന് ഒരു 2-3 കിലോമീറ്ററിൻ്റെ അടുത്താണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയില്ലേ അവിടുന്ന്? നമ്മൾ നമ്മുടെ GFC കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. സംഭവം അടിപൊളിയായില്ലേ? മറ്റേ ഇതേ സഫയറിന്റെ പരിപാടി, സഫയറിന്റെ മെത്തേഡ്. കാരണം 10 രൂപയൊക്കെ എവിടെ കിട്ടാനാണ്? പക്ഷെ നമ്മുടെ നാട്ടിൽ എവിടെയും കിട്ടൂല കേട്ടോ. ഇല്ല, എവിടെയും കിട്ടില്ല, സത്യം പറയാലോ. കാരണം ഇപ്പോഴും ഇത് കൊടുക്കണില്ല, ഏത് നീഡിൽ മെത്തേഡ് കൊടുക്കണില്ല, പെൻ മെത്തേഡ് കൊടുക്കില്ല. അതും കഴിഞ്ഞിട്ടാണ് ഈ സഫയർ എന്ന് പറയുന്നത്. അത് 10 രൂപയ്ക്ക്. അതിന് മേലേക്ക് വേറെ നമ്മളെ കേട്ടില്ലല്ലോ. സഫയറിന് കേട്ടില്ല. ഇല്ല, സഫയറിന് മേലേക്ക് കേട്ടില്ല എന്റെ ഓർമ്മ. കമന്റ് ചെയ്യും, ഇനിയിപ്പോ ഉണ്ടാവുമായിരിക്കും. അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ, നമുക്ക് അറിയാത്തോണ്ടാണ്. കാരണം അത്ര റേറ്റ് കുറവാണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളിട്ടത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ നോക്കണ്ട, റിസൾട്ട് നോക്കിക്കോളി. നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, കാരണം നമ്മൾ ചെയ്തതിൽ റിസൾട്ട് ഉണ്ട്. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിൽ കുറെ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ചെയ്തോലുണ്ട്, അവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. എന്തായാലും ആ ഒരു നെഗറ്റീവ്സ് ഒന്നും പറയാത്തോണ്ടാണ് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോഴും വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പേടിച്ചിട്ടുള്ള ആൾക്കാർ, ചെയ്യാൻ പേടിയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇവിടെ വന്നിട്ട് HNS വന്നിട്ട് ഇവര് ജസ്റ്റ് എന്താ പറയാ കൺസൾട്ട് ചെയ്തിട്ട് പോകും. ആരും വന്ന് കുറച്ച് പേര് ചെയ്യാണ്ട് പോകുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ പേടിച്ചിട്ടാണ്, പെയിൻ ഉണ്ടാവുമോ അങ്ങനെ പേടിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതും പിന്നെ ഇനി ജസ്റ്റ് ഒന്ന് മുടി കൊഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, കൊഴിഞ്ഞ് പോക്ക് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വേണം ജസ്റ്റ് GFCയോ ഇപ്പൊ പുതിയ എക്സോസം GSC ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മളൊരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നോക്കിക്കോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? ഇറങ്ങി, ഞാൻ നേരെ വേറെ വയ്ക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടോടെ. അരവിന്ദ് ഹോസ്പിറ്റലിൽ നമുക്ക് ഓപ്പറേഷൻ ആളുണ്ടെന്ന്. അപ്പോൾ അടുക്ക വന്നാട്ടെ ഞാൻ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.